ഞാൻ ബുർജൽ മന്തിയിൽ വീഡിയോ എടുക്കാൻ പോയി. വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരാൾ വന്ന് ഭയങ്കര ബഹളം. മന്തി നിങ്ങൾ 200 എത്ര രൂപ മേടിക്കുന്നു, സ്വിഗ്ഗിയിൽ 130 രൂപയുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓണർ സ്വിഗ്ഗിയെ വിളിക്കുകയാണ്, അയ്യോ സാറേ അറിയാതെ ഓഫറായിപ്പോയെന്ന്. ഞാൻ അന്വേഷിച്ചപ്പോൾ പല ഹോട്ടൽസ് അവർ ചെയ്യുന്നുണ്ട്. ഈ ഹോട്ടൽ ഓണേഴ്സ് അറിയാതെ ഇവർ ഓഫർ ഇടും. ഞാൻ എന്നിട്ട് നേരെ ഇമ്പീരിയൽ കിച്ചൻ്റെ കേക്ക് മിക്സിങ്ങിന് പോയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ വേണ്ടി 40% സ്വിഗ്ഗിയും സൊമാറ്റോ എടുക്കുന്നത്. ഞാൻ ബില്ലി കോട്ട് ബിരിയാണിയിൽ ഇപ്പം അവിടെ നിന്ന് മേടിച്ച 350 രൂപയെന്ന് വെച്ചോ, അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. സ്വിഗ്ഗിയിൽ 100 രൂപ കൂടുതൽ, അതിൻ്റെ കൂടെ ഡെലിവറി ചാർജ്. പക്ഷേ ഈ എടുക്കുന്ന പൈസയൊന്നും ഹോട്ടലുകാർക്ക് പോകുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്ന പൈസ ഇത്ര ശതമാനം 40% അവരെടുത്തിട്ട് ബാക്കി പൈസയാണ് ഇട്ട് കൊടുക്കുന്നത്. ഡെലിവറി ബോയ്സിനാണെങ്കിൽ ഒരു 20 രൂപ 25 രൂപ കൊടുക്കുന്നുള്ളൂ പെർ ഡെലിവറിക്ക്. ഇത്രയും പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പകുതി കൊടുക്കട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നത് ഇമ്പീരിയൽ കിച്ചണിൽ നിന്നാണ്. കമ്പയർ ചെയ്യാൻ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഇമ്പീരിയൽ കിച്ചൻ്റെ പേര് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ വീഡിയോ അക്സെപ്റ്റ് ചെയ്ത് സ്വിഗ്ഗി സൊമാറ്റോയ്ക്കെതിരെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ എൻ്റെ പേജിൽ ഒരു നെഗറ്റീവ് ഇടുന്നു. അതിനെന്താണ്, എനിക്ക് തിരുവനന്തപുരത്തെ ഹോട്ടൽസ് വിലപ്പെട്ടതായതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ എന്നും നിൽക്കും എന്ന് സത്യം എൻ്റെ മനസാക്ഷിയിൽ ഞാൻ പറയുന്നു. ഞാൻ എന്നും നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ടത്. കാരണം അവർക്കുള്ള കറക്റ്റായിട്ടുള്ള പൈസ കിട്ടുന്നില്ല.